ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? തോരന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പയറും കൂടെ നമ്മൾ കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ തന്നെ നട്ടു വളർത്തിയ പയറാണ് കേട്ടോ, നല്ല ഫ്രഷാണേ. ഉള്ളിയും പയറും അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാമേ. ഗ്യാസ് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് വീട്ടിലെ പോരാളിയുടെ കർശന നിർദ്ദേശപ്രകാരം നമ്മളിന്ന് വിറകടുപ്പിലാണ് കേട്ടോ കൂടുതലും പാചകം ചെയ്യുന്നത്. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാമേ. ഇനി അരിഞ്ഞു വെച്ച പയറും ആവശ്യത്തിന് ഉപ്പുനീരും ഒഴിച്ച് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഗ്യാസിലെ പോലെ നമുക്ക് വിറകടുപ്പിലേക്ക് കുളയ്ക്കാനും കൂട്ടാനും ഒന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വിറകൊന്നും വാരി വെച്ച് തോരൻ കരിക്കാൻ നിൽക്കേണ്ട. 1-2 ചെറിയ വിറക് മാത്രം വെച്ച് ചെറുതിയിൽ കുറച്ച് നേരം വെച്ച് ഒന്ന് വെന്തു എന്ന് ഉറപ്പായാൽ ചതച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇടാം. ഇടുന്നതിന് കുറച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിലേക്കാണ് അരപ്പിടേണ്ടത്. അരപ്പിട്ടതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. പിന്നെ ഇത് ഇങ്ങനെ തന്നെ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കടുക് പൊട്ടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. പകരം കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ഇത് വേവിച്ച് 3-4 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി നല്ലപോലെ യോജിപ്പിക്കാം. പയറ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇനി ചില പ്രത്യേക മാസങ്ങൾ മാത്രം കണ്ടുവരുന്നൊരു കറിയാണ് കേട്ടോ. എന്താണെന്നല്ലേ? മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ മാങ്ങാപ്പുളിശ്ശേരി. വീട്ടിൽ മാവൊന്നും ഇല്ലെങ്കിലും നമ്മുടെ അയൽവാസികളൊക്കെ സ്നേഹസമ്പന്നരായതുകൊണ്ട് അവിടെ എന്ത് കിട്ടിയാലും ഈ വീട്ടിലേക്കും അത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് പഴുത്ത നാട്ടുമാങ്ങ തന്നിരുന്നു. അതിൽ നിന്നൊരു 4 മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞ് കുറച്ച് വെള്ളവും ഉപ്പും 2 മുളകും കുറച്ച് കറിവേപ്പില കൂടിയിട്ട് വേവിക്കാൻ വെക്കാം. ഇനി കുറച്ച് തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് ചേർത്ത് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്ത ശേഷം ആവശ്യത്തിന് തൈര് കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ എടുത്ത തൈര് നല്ല പുളിയുള്ള തൈരാണേ. തൊട്ട് നാവിൽ വെച്ചാൽ അടുത്തുള്ള ആളെ നോക്കി കണ്ണിറുക്കേണ്ടി വരും. അരച്ചതിന് ശേഷമാണ് ഞാൻ തൈരിൻ്റെ പുളി നോക്കിയത്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഈ വെന്ത് വന്ന മാമ്പഴത്തിലേക്ക് അരപ്പൊഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ, ഒന്ന് ചൂടായ മാത്രം മതി. ഇനി കടുക് താളിച്ചൊഴിച്ച് കറി സെറ്റാക്കാം. മാമ്പഴ പുളിശ്ശേരിയുടെ ശരിയായ രീതി ഇങ്ങനെയല്ല കേട്ടോ, അതിന് ശർക്കരയും നെയ്യും ഒക്കെ വേണം. ഇവിടെ ചോറിൻ്റെ കൂടെ മധുരവും നെയ്യൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നതിന് രുചിക്കുറവൊന്നുമില്ല കേട്ടോ, ഇത് നല്ല രുചിയാണ്. കുറച്ച് മീൻ കിട്ടിയായിരുന്നു കേട്ടോ, നമുക്ക് അതുകൂടി പിരിച്ചെടുക്കാം. രാവിലെ അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് മീനൊക്കെ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. കറി വെക്കാനുള്ള പച്ചക്കറികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. മീൻ ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വശം തിരിച്ചിടാമേ. നമ്മുടെ മീൻകറി ഏറെക്കുറെ തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇത് അധികം എണ്ണ ചേർക്കാത്ത പുളിയും മുളകും മീൻകറിയാണേ. കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാകും, രുചിയും കൂടുതലാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ക്ലീനിങ്. കുക്ക് ചെയ്യാൻ മടിക്കുന്നത് തന്നെ ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം ഓർത്തിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ണാം. ചോറും തോരനും സ്വല്പം വെള്ളം കൂടി പോയ പുളിശ്ശേരിയും നല്ല കൊഴുത്ത മീൻകറിയും വറുത്ത മീനും കൂട്ടി ഒരു പിടി പിടിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ബൈ.